അഡ്വക്കേറ്റ് എ ജയശങ്കർ, അങ്ങ് പറഞ്ഞു വന്നത് തുടർന്നോളൂ. ഞാൻ ശ്രീജിത്തിന് നേരത്തെ പോകണം എന്നുള്ളത് കൊണ്ട് ശ്രീജിത്തിനോടൊരു ചോദ്യം കൂടി ചോദിച്ചതേ ഉള്ളൂ. അങ്ങ് പറഞ്ഞു വന്ന കാതലായ ഒരിടമുണ്ട്, അത് തുടർന്നോളൂ. അല്ല, അപ്പോൾ ഇതിൽ CPM-നെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ LDF-നെ സംബന്ധിച്ചോളം ഏറ്റവും ആശങ്കാകുലമായിട്ടുള്ള കാര്യം, ആശങ്ക ഉണർത്തുന്ന കാര്യം എന്ന് പറയുന്നത് UDF ജയിച്ചതല്ല. UDF ജയിച്ചത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഭരണവിരുദ്ധ വികാരം, രണ്ടാമത് ദേശീയ അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യ മുന്നണിയെ നയിക്കുന്നത് കോൺഗ്രസ്സാണ്. ഇവിടെ LDF-ന് കിട്ടുന്ന ഓരോ സീറ്റും ഫലത്തിൽ BJPക്ക് ഗുണകരമാകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു റിസൾട്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ജനങ്ങൾ ബുദ്ധിപൂർവ്വം UDF-ന് വോട്ട് ചെയ്തു. UDF ജയിച്ചു, 18 സീറ്റ് അവർ ജയിച്ചു. ഇല്ല, ആ ഒരു അത്ഭുതമില്ല. BJP ഒന്നുകൂടി ആഞ്ഞു പിടിച്ചെങ്കിൽ 2 സീറ്റ് കൂടി അവർക്ക് ജയിക്കാമായിരുന്നു. ആറ്റിങ്ങലും അതുപോലെ തന്നെ തിരുവനന്തപുരം. അത് ചെറിയ വ്യത്യാസത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ കോൺഗ്രസ് ജയിച്ചതല്ല, UDF ജയിച്ചതല്ല, LDF തോറ്റതുമല്ല. LDF-ൻ്റെ കോർ വോട്ട്, ബേസ് വോട്ട് എന്ന് പറയുന്ന ആ വോട്ടിൽ വലിയ വിള്ളലുണ്ടായിരിക്കും. ഇവിടെ തൃശ്ശൂർ ക്രിസ്ത്യൻ വോട്ടർമാർ BJPക്ക് വോട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. ക്രിസ്ത്യൻ വോട്ടർമാരെന്ന് വെച്ചാൽ ബഹുഭൂരിപക്ഷവും കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവരാണ്. ആ വോട്ട് ഇനി BJPയിലേക്ക് പോകുന്നതുകൊണ്ട് സത്യത്തിൽ LDF-ന് പ്രത്യേകിച്ച് ദോഷമൊന്നും വരാൻ പോകുന്നില്ല. പക്ഷേ ഏത് കാലത്തും CPM-നെ പിന്തുണച്ചുകൊണ്ടിരുന്ന, LDF-നെ പിന്തുണച്ചുകൊണ്ടിരുന്ന ഒരു പ്രബല വിഭാഗം, അത് ഈഴവരാതി പിന്നാക്ക സമുദായക്കാരും പട്ടിക സമുദായക്കാരുമാണ്. ആ വോട്ടിൽ വലിയ വിള്ളലുണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ CPM-ൻ്റെ കാര്യം വളരെ പരിതാപകരമായിരിക്കും. ഇതാണല്ലേ ശരിക്കുള്ള വിഷയം. ഇതാണ് ഈ വിഷയത്തെ CPM എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നുള്ളതാണ് പ്രശ്നം. അതിന് എന്തെങ്കിലും പരിഹാര മാർഗമുണ്ടോ? പിന്നെ ജനങ്ങളുടെ ഭാഗത്തുള്ള വലിയ വിപ്രതിപത്തി, ജനങ്ങൾ മടുത്തു, വെറുത്തു. ക്ഷേമ പെൻഷനുകൾ കിട്ടുന്നില്ല, KSRTC ജോലിക്കാർക്ക് ശമ്പളം കിട്ടുന്നില്ല, ശമ്പളം സമയത്തിന് കിട്ടുന്നില്ല, ഈ മാസം ചെയ്ത ജോലിയുടെ ശമ്പളം അടുത്തതിൻ്റെ പിന്നത്തെ മാസം കിട്ടും. അതുപോലെ സർക്കാർ ജീവനക്കാരുടെ DA സമയത്ത് കിട്ടുന്നില്ല, ലീവ് സറണ്ടർ കിട്ടില്ല എന്ന് പറഞ്ഞാൽ പണ്ട് എത്ര വലിയ സമരം ചെയ്ത് ആൻ്റണിയെ മുട്ടുകുത്തിച്ചവരല്ലേ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ. NGO യൂണിയൻകാർ എന്താ ഒന്നും മിണ്ടാൻ പറ്റുമല്ലോ. അവരിപ്പോൾ സംസ്ഥാന സമ്മേളനം നടത്തുമ്പോൾ ആഗോള വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. പാലസ്തീനിൽ എങ്ങനെ പ്രശ്ന സമാധാനം ഉണ്ടാക്കാം, യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം എങ്ങനെ പരിഹരിക്കാം എന്നൊക്കെയാണ് NGO യൂണിയൻകാർ ആലോചിക്കുന്നത്. അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ ദാർശനിക സമസ്യകളാണ് ഇവിടെ NGOമാർ ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പോകുന്നത്. അവർക്ക് DA കുറിച്ച് യാതൊരു വ്യാപലാതിയില്ല. വ്യാപലാതി ഇല്ലാത്തതുകൊണ്ടല്ല, പുറത്ത് പറയാൻ പറ്റുകയില്ല എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ ഓരോ NGOയുടെ ഉള്ളിലും ഈ പ്രതികാര മനോഭാവമുണ്ട്. അവർ ആദ്യം കിട്ടുന്ന അവസരത്തിൽ സർക്കാരിനെതിരായിട്ട് പണി കൊടുക്കും. അതാണ് ഇവിടെ കണ്ടത്, അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഈ ഇടത്തരക്കാരുടെ വോട്ട് കിട്ടിയില്ല.